മക്കളെ, AMC-SFNCK അതായത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന് കീഴിലുള്ള ഏകദേശം 35ഓളം നഴ്സിംഗ് കോളേജുകളിലേക്കുള്ള മാനേജ്മെൻറ്റ് സീറ്റുകളുടെ, അതായത് NRI ഇല്ല, മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്കുള്ള സീറ്റിൻ്റെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഏകദേശം 35ഓളം പ്രൈവറ്റ് കോളേജുകളാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ പല ജില്ലകളിലായിട്ടുള്ളത്. അപ്പോൾ അതിൽ 50% സീറ്റുകൾ ഫില്ല് ചെയ്യുക LBS വഴിയാണ്. ബാക്കി വരുന്ന 50% സീറ്റ് ഇവർ തന്നെ നേരിട്ടാണ് ഫില്ല് ചെയ്യുക. അതിലേക്കുള്ള രജിസ്ട്രേഷനാണ് ഈ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലാണ് ഈ വീഡിയോയിൽ പറയുക. അവരുടെ പ്രോസ്പെക്ടസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന മേജർ കാര്യങ്ങൾ അല്ലെങ്കിൽ മെയിൻ ഡീറ്റെയിൽ മാത്രമാണ് ഇതിൽ പറയുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. BSc നേഴ്സിംഗ് ആണ് പ്രോഗ്രാം. BSc MSc ഒക്കെ ഉണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ BSc നേഴ്സിങ്ങിൻ്റെ ഇത് മാത്രം പറയുന്നു. BSc നേഴ്സിങ്ങിൻ്റേത്, അതുകൂടാതെ പോസ്റ്റ് ബേസിക് ഉണ്ട്, MSc ഉണ്ട്. ഇതിൻ്റെ പ്രൊസീജിയർ നോക്കുക. AMC-SFNCK.com ഇതാണ് സൈറ്റ്. ആ സൈറ്റിലെ അഡ്മിഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് കുട്ടിയുടെ ഇമെയിൽ കൊടുക്കുക, കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, വാട്സപ്പ് ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ കൊടുക്കുക. ഇത്രയും കൊടുത്ത് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുക. ഇനി രജിസ്റ്റർ ചെയ്ത വാട്സപ്പ് നമ്പറിലും ഇമെയിലിലും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള യൂസർ IDയും പാസ്വേഡും അയച്ചു തരും. ഇതിന് ശേഷം ഇത് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു ഇമെയിൽ ID കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, വാട്സപ്പ് ഉപയോഗിക്കുന്ന നമ്പർ കൊടുക്കുക. അപ്പോൾ അതിലേക്ക് കിട്ടുന്ന ലോഗിൻ IDയും പാസ്വേഡും ഉപയോഗിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിലിലോ വരുന്ന യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അപേക്ഷ കംപ്ലീറ്റ് ചെയ്യുക. ആ പുതിയ പാസ്വേഡ് സൂക്ഷിച്ചു വയ്ക്കുക. പിന്നീടും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ അത് വേണ്ടി വരും. ഇനി ഓൺലൈൻ അപേക്ഷയിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് പൂരിപ്പിക്കുക. അതിൻ്റെ കൂടെ സമർപ്പിക്കേണ്ട രേഖകളെല്ലാം തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഏറ്റവും ഒടുവിൽ എല്ലാം കഴിഞ്ഞിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവൂ. സബ്മിറ്റ് ബട്ടൺ വൺസ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് എല്ലാം ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാവൂ. ഇനി ഓൺലൈനായിട്ട് അപേക്ഷ വിജയകരമായി സമർപ്പിച്ച് കഴിഞ്ഞാൽ അപേക്ഷയുടെ PDF ഫയലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വേണേൽ പ്രിൻ്റ് എടുക്കാം. അല്ലെങ്കിൽ ഇമെയിലിൽ നിങ്ങൾക്ക് ലിങ്ക് തരും. ആ ലിങ്ക് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തും അപേക്ഷ കാണാവുന്ന ഈ രണ്ട് രീതി ഉപയോഗിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഇമെയിലിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് കയറി അത് കാണാവുന്നതാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് അസോസിയേഷൻ ഓഫീസിലോ കോളേജുകളിലോ കൊടുക്കേണ്ടതില്ല. അതിൻ്റെ ഡോക്യുമെൻറ്റുകളും കൊടുക്കേണ്ടതില്ല. അപേക്ഷയും അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന രേഖകളുടെ സ്കാൻ ചെയ്ത കോപ്പികളും ഓൺലൈനായി മാത്രം കൊടുത്താൽ മതി. ഓൺലൈൻ അപേക്ഷ മാത്രമേ ഉള്ളൂ. ഇനി അപേക്ഷ കൊടുക്കാനുള്ള അവസാന തീയതി ജൂലൈ 25-ാം തീയതിയാണ്. അപ്പോൾ ഏകദേശം ഒരു മാസത്തോളം സമയമുണ്ട്. ഇത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരു മാസത്തോളം സമയമുണ്ട്. ഓക്കെ, ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ മാത്രമേ പരിഗണിക്കൂ, റാങ്ക് ലിസ്റ്റിനായിട്ട് പരിഗണിക്കൂ. ഇനി പ്രവേശന നടപടിക്രമങ്ങളിൽ വീണ്ടും ഉപയോഗിക്കുന്നതിന് നിങ്ങളുടെ യൂസർ IDയും പാസ്വേഡും സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക. അതെവിടെയെങ്കിലും ഒന്ന് എഴുതിയിട്ടേക്കുക. ഓക്കെ, ഇനി അസോസിയേഷന് കീഴിലുള്ള എല്ലാ കോളേജുകളിലും മാനേജ്മെൻറ്റ് കാറ്റഗറി പ്രവേശനത്തിന് ഒറ്റ അപേക്ഷ കൊടുത്താൽ മതി. ഓരോ കോളേജിലും കൊടുക്കേണ്ട, ഒറ്റ അപേക്ഷ കൊടുത്താൽ മതി. ഈ 35 കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന്. പക്ഷേ എല്ലാ കോളേജും നിങ്ങൾക്ക് ഓപ്ഷനിൽ വയ്ക്കാൻ പറ്റില്ല. 15 കോളേജ് വയ്ക്കാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി നോക്കുക. ആക്റ്റീവായ ഒരു ഇമെയിൽ ID ഉണ്ടാവണം. വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരു ഫോൺ ഉണ്ടാവണം. ഇത്രയുമാണ് മെയിൻലി വേണ്ടത്. ഇനി നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ അതേപോലെ സിഗ്നേച്ചറിൻ്റെയും സ്കാൻ ചെയ്ത കോപ്പി വേണം. അത് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി റിസർവേഷൻ കാറ്റഗറി ക്ലെയിം ചെയ്യാൻ ആവശ്യമായ NCL ഉണ്ടെങ്കിൽ NCL, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ ഉണ്ടാവണം. +2ൻ്റെ മാർക്ക് ലിസ്റ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം. അതിൽ ഫോട്ടോയുടെ ഡീറ്റെയിൽ നോക്കുക. ഫോട്ടോ ഒരു വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തായിരിക്കണം. JPEG ഫോർമാറ്റിലായിരിക്കണം. അതിൻ്റെ സൈസ് നോക്കിയാൽ 100 GB താഴെയായിരിക്കണം. സ്കാൻഡ് ഇമേജ് ഒരു വൈറ്റ് ഷീറ്റിൽ അല്ലെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ സൈൻ ചെയ്തതായിരിക്കണം. ഇനി അതും JPEG ഫോർമാറ്റ് ആയിരിക്കണം. 100 GB മേലെ പോകാൻ പാടില്ല. ഇനി സ്കാൻഡ് കോപ്പി ഓഫ് ദ സർട്ടിഫിക്കറ്റ്, ഇതിന് വേണ്ട ഡോക്യുമെൻറ്റുകളെല്ലാം ഒന്നുകിൽ JPEG അല്ലെങ്കിൽ PDF ഫോർമാറ്റിലായിരിക്കണം. 500 GB കൂടാൻ പാടില്ല. ഇനി അപേക്ഷിക്കാനുള്ള ഫീസ് BSc നേഴ്സിംഗ് ഉൾപ്പെടെ 1200 രൂപയാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഫീ ഉണ്ടാവുക. അത് റീഫണ്ടബിൾ അല്ല. വൺസ് രജിസ്ട്രേഷൻ ഫീ ആണ്. അത് ഒരിക്കലും തിരിച്ചു കിട്ടൂല. അതുപോലെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഓൺലൈൻ വഴി ചെയ്യാം, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അല്ലെങ്കിൽ ബാങ്ക് വഴി നിങ്ങൾക്ക് ചലാൻ വഴിയും അടയ്ക്കാവുന്നതാണ്. ഇനി ഓൺലൈനായി രേഖപ്പെടുത്തേണ്ട വിശദാംശങ്ങൾ, അതായത് യോഗ്യതാ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ്, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ആധാർ, അങ്ങനെയുള്ള റിസർവേഷൻ രേഖകൾ, ഇതിൻ്റെയൊക്കെ സ്കാൻഡ് കോപ്പി, ഇതിൻ്റെയൊക്കെ കോപ്പി സ്കാൻ ചെയ്ത് ഓൺലൈൻ അപേക്ഷയ്ക്കൊപ്പം അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ +2 മാർക്ക് ലിസ്റ്റ് വേണം, 10th മാർക്ക് ലിസ്റ്റ് വേണം,
പിന്നെ മൈനോറിറ്റി വേണം, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വേണം, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഇങ്ങനെയുള്ള ഇപ്പോൾ ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് എന്ന് വേണ്ട എല്ലാ ഡോക്യുമെൻറ്റുകളുടെയും സ്കാൻഡ് ഇമേജ് മറ്റപേക്ഷകൾക്ക് നിങ്ങൾ കൊടുത്തത് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ സ്കാൻഡ് ഇമേജ് ഉണ്ടാവും, അത് ഉപയോഗിക്കാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളത്. ഓരോ അപേക്ഷകനും പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന കോളേജുകൾ മുൻഗണനയ്ക്കനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള അവസരം അപേക്ഷയോടൊപ്പം, അതായത് LBSയിലുള്ളതുപോലെ അപേക്ഷ കൊടുത്ത് അപേക്ഷ സബ്മിറ്റ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമല്ല ഓപ്ഷൻ രജിസ്ട്രേഷൻ. അപേക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങൾ കോളേജ് കൊടുക്കണം. അത് മുൻഗണനാക്രമത്തിൽ. നിങ്ങൾ ഒന്നാമത് കൊടുക്കുന്ന കോളേജാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്നാണ് അർത്ഥം. ആ കോളേജ് നിങ്ങൾക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ രണ്ടാമത്തെ ഓപ്ഷൻ പരിഗണിക്കൂ, അത് തരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ മൂന്നാമത്തെ ഓപ്ഷൻ പരിഗണിക്കൂ, അത് പറ്റിയില്ലെങ്കിൽ 4, ഇങ്ങനെ മുൻഗണനാക്രമത്തിൽ നിങ്ങൾ ലിസ്റ്റ് കൊടുക്കാവൂ. അതുപോലെ തന്നെ ശ്രദ്ധിക്കണം, ഓരോ അപേക്ഷകനും താല്പര്യമുള്ള കോളേജുകളിലേക്ക് മാത്രമേ ഓപ്ഷൻ കൊടുക്കാവൂ. ഒരാൾക്ക് പരമാവധി 15 കോളേജുകളിലേക്ക് ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഒരാൾക്ക് മാക്സിമം 15 ഓപ്ഷനേ കൊടുക്കാൻ പറ്റൂ. ഈ 15 ഓപ്ഷനിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കണം. ഏറ്റവും താഴെ ഉള്ളത് 15ാമത്തേത് ഏറ്റവും താഴെ. അതായത് നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് അതിന് മേലെ ഒന്നാമത്തെ ഓപ്ഷൻ മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് പരിഗണിക്കൂ. ബാക്കി എല്ലാം പോയിട്ടുണ്ടാവും. അപ്പോൾ മുൻഗണനാക്രമത്തിലാണ് കൊടുക്കേണ്ടത്. ഏറ്റവും ആഗ്രഹമുള്ളത് ഏറ്റവും ആദ്യം തന്നെ കൊടുക്കണം. ഇനി വൺസ് നിങ്ങൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരഞ്ഞെടുത്ത കോളേജുകളോ അവയുടെ മുൻഗണനാക്രമമോ ഒന്നും മാറ്റാൻ പറ്റൂല. പുതിയ കോളേജ് ആഡ് ചെയ്യാനും പറ്റൂല, ഉള്ള കോളേജ് ഒഴിവാക്കാൻ പറ്റൂല, 4ാമത്തെ കോളേജിനെ കൊണ്ട് ഒന്നാമത് വയ്ക്കണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കൂല, ഒന്നും നടക്കൂല. അതുകൊണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവൂ. ഇനി അതിൻ്റെ ഫീസ് ഘടന നോക്കാം. ഈ വർഷത്തെ ഫീസിൻ്റെ ഫൈനൽ കൺഫർമേഷൻ വന്നിട്ടില്ല. അപ്പോൾ ഫൈനൽ കൺഫർമേഷൻ എങ്ങനെയാണോ വരുന്നത് അതനുസരിച്ച് ഫീസിൽ മാറ്റം ഉണ്ടാവും. ഫൈനൽ കൺഫർമേഷൻ വന്നതിന് ശേഷം ഫീസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. അതുവരെ ഒരു ധാരണ മനസ്സിലാവാൻ വേണ്ടി കഴിഞ്ഞ വർഷം ഈടാക്കിയ ഫീസിന് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ BSc നേഴ്സിംഗിന് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് 80,328 രൂപ ട്യൂഷൻ ഫീയും 23,980 രൂപ സ്പെഷ്യൽ ഫീയുമാണ്. അപ്പോൾ ഏകദേശം 1 ലക്ഷത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഫീസ്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഫീസ് ഒരു വർഷത്തേതാണ് കേട്ടോ, പെർ ഇയർ ആണ് ഫീ. ഒരു വർഷത്തെ ഫീയെ കുറിച്ചാണ് ഈ പറയുന്നത്. ഒരു വർഷം 80,328 രൂപ ട്യൂഷൻ ഫീയും കൊടുക്കുന്നുണ്ട്, 23,980 രൂപ സ്പെഷ്യൽ ഫീയും കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇനി നിർദ്ദേശിച്ചിരിക്കുന്ന രേഖകളുടെയും സർട്ടിഫിക്കറ്റുകളുടെയും കോപ്പികൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് അപേക്ഷയിൽ ലാസ്റ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതി എന്നാണ് ജൂലൈ 25 2026 ജൂലൈ 25 നിങ്ങളുടെ അപേക്ഷ ഡോക്യുമെന്റ് സബ്മിഷൻ ഉൾപ്പെടെ കഴിഞ്ഞിരിക്കണം. ഇതിൻ്റെ എലിജിബിലിറ്റി നോക്കുക. +2 പാസ്സായിട്ടുണ്ടാവണം വിത്ത് 50% മാർക്ക്. 50% മാർക്കാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ്. ഇതിന് 4നും കൂടെ ചേർത്ത് 50% മാർക്ക് ഉണ്ടാവണം. ഈ കോളേജുകളുടെ ലിസ്റ്റ് ഞാനിവിടെ കാണിക്കാം. ഓരോ ജില്ല തിരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കോളേജ്, അതേപോലെ എറണാകുളം ജില്ലയിലെ കോളേജുകൾ, അപ്പോൾ അതിൽ BSc നേഴ്സിംഗിൻ്റെ സീറ്റ് ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും സീറ്റുകളിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന സീറ്റിൻ്റെ എണ്ണമാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ ഓരോ കോളേജുകളിലെയും സീറ്റിൻ്റെ എണ്ണം കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 35ഓളം കോളേജുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 15 കോളേജുകൾ കൊടുക്കാം. എറണാകുളം കഴിഞ്ഞിട്ട് ഇടുക്കി, കൊല്ലം ജില്ലകളിലെ കോളേജിൻ്റെ ലിസ്റ്റുണ്ട് ഇവിടെ. അതുപോലെ കണ്ണൂർ, കോട്ടയം, കോഴിക്കോട് ജില്ലകളിലെ കോളേജുണ്ട്. പിന്നീട് പത്തനംതിട്ട, തൃശ്ശൂർ, വയനാട്, ഇങ്ങനെ 35ഓളം കോളേജുകളിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത്. ഓരോ കോളേജിൻ്റെയും റൈറ്റ് സൈഡിൽ അവിടുത്തെ സീറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫീസ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനൊന്ന് വളരെ വേഗം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൈവറ്റ് കോളേജുകളിൽ, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജുകളിൽ നേഴ്സിംഗിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഈ സൈറ്റിൽ കയറി ഈ പ്രൊസീജിയർ ഒന്ന് ചെയ്ത് കൺഫേം ചെയ്ത് വെച്ചേക്കുക. LBS കൊടുത്തവർക്കും ഇത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, PNC മാർക്ക് കൊടുത്തതുകൊണ്ട് ഇത് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് മാർക്കൊക്കെ പിന്നിലേക്കാണെങ്കിലും മാക്സിമം ഓപ്ഷൻസ് ഇങ്ങനെ കൊടുത്ത് വെക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് നമുക്ക് സീറ്റ് റെഡിയാവും. ഇനി നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ LBSയിൽ കൊടുത്തവർ മറ്റുള്ളിടത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ എപ്പോഴും ഒരു സേഫ്റ്റിക്ക് നിങ്ങളിങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.